ഓക്കെ, അപ്പോൾ ഹലോ എവരി വൺ. നമ്മളങ്ങനെ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ക്വിക്കായിട്ടൊരു വീഡിയോ നോക്കാൻ പോവാണ്. ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചുകൊണ്ടിരുന്നേരത്ത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടേക്കാം. ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം എന്തൊക്കെ വരുന്നു, എന്തൊക്കെ ആപ്ലിക്കേഷൻ തലത്തിൽ ചോദിക്കുക എന്നുള്ള കാര്യം ഒന്ന് നോക്കുകയാണ്. ബിസിനസ് എത്തിക്സ്. ഓക്കെ, എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത്? ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു ബിസിനസ്സിന് അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ബിസിനസ്സിന് ഇതെങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് പോകേണ്ടത്. സോഴ്സസ് ഓഫ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുന്ന സംഗതി നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം? നമുക്ക് നമ്മുടെ ലോയിൽ നിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിലീജിയസ് സ്റ്റഡീസിൽ നിന്ന് എടുക്കാം. പലരും എന്താ പറയുക, നമ്മളെ ഇന്ത്യയിലുള്ള ഒരു ഒട്ടുമിക്ക ബിസിനസ്സുകളും, ഞാൻ മതപരമായിട്ട് സംസാരിക്കുന്നതല്ല, എന്നാലും കോൺസെപ്റ്റ് പൊതുവേ പറയുന്നതാണ്. വിളക്ക് കത്തിച്ച് വയ്ക്കുക, തിരി തെളിയിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നല്ലൊരു തുടക്കമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റായിട്ടൊക്കെ കരുതുന്നവരുണ്ടല്ലോ. അതെല്ലാം എന്താണ് ഈ എത്തിക്സിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല സോഴ്സസാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, അതൊക്കെ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചോദിക്കാം. അത്രേ പറയുന്നുള്ളൂ. കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി വെച്ചേക്കുക. വാല്യൂസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പലതും ചോദിക്കാം. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സിൻ്റെ നീഡ് എന്താണ്, ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ് എന്താണ്, എല്ലാത്തിനും ഏതാണ്ട് ഒരേ ഉത്തരവൊക്കെ തന്നെ വരും. വലിയ ഇൻ ടേംസ് ആയ വ്യത്യാസമുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ വലിയ എന്താ പറയുക, മാരകമായ കോൺസെപ്റ്റുകളൊന്നും അതിൻ്റെ പിന്നിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുവിധം നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാനുള്ള കഴിവ് വേണമെന്നുള്ളതേ ഉള്ളൂ. വാല്യൂസ് ഓഫ് ബിസിനസ് എത്തിക്സ് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ, എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഈ എത്തിക്സ് കമ്മിറ്റിയെ റിയൽ വേൾഡിലെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് എത്തിക്സ് കമ്മിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റി ഇന്നത്തെ ലോകത്ത് എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് പ്രൈവസി ആൻഡ് ട്രസ്റ്റ് ഇൻ ഡിജിറ്റൽ വേൾഡും ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ ചോദിക്കാനുള്ളൊരു സംഭവമുണ്ട്. എന്താണ്, ഒരാളുടെ ഡേറ്റ അടിച്ചു മാറ്റി നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർജിൻ ഫ്രീയിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു ആവശ്യമില്ല നമ്മുടെ ഫോൺ നമ്പർ വാങ്ങുന്നു, ഇതൊക്കെ എത്തിക്സിനെതിരാണോ എന്നുള്ള തലത്തിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, മാർക്കറ്റിംഗ് എത്തിക്സ് ആൻഡ് ഇഷ്യൂസ്, എത്തിക്സ് ഇൻ ഫിനാൻസ്. അപ്പോൾ എത്തിക്സ് എന്ന സാധനം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ എത്തിക്സ് ചെയ്യണം, അതായത് മോശമായ സാധനങ്ങൾ നല്ലതെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത് വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അനാവശ്യമായ പ്രോമിസുകൾ മാർക്കറ്റിങ്ങിലൂടെ കൊടുക്കാൻ പാടില്ല, പിന്നെ വളരെ നല്ല പ്രൊഡക്റ്റ് എന്ന് തോന്നിപ്പിച്ച് മോശം പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലൊക്കെ എത്തിക്സ് എന്ത് വരാം, പറഞ്ഞ പോലെ അനാവശ്യമായ ഒന്നും വിൻഡോ ഡ്രസ്സിങ് എന്നൊക്കെ പറയാം അല്ലേ, ഇല്ലാത്ത പ്രോഫിറ്റ് കൂട്ടി കാണിച്ച് കമ്പനി നല്ല രീതിയിൽ പോകണം, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അതൊക്കെ ഒന്ന് കഴിയുന്ന അത്ര ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ എത്തിക്സ്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, നല്ലത് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറഞ്ഞ ഓരോന്നിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ശരിയായ രീതി എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ, സെറ്റ് ഓഫ് ബിലീവ്സ് ആണല്ലേ. കുറേ ചിന്തകളുടെയും ആശയങ്ങളുടെയും പ്രവർത്തന രീതിയുടെയും കൂട്ടായ്മയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ വാക്കിൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനമല്ല, പല കാര്യങ്ങളും ചേർന്നിട്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് തോട്ട്സ്, ബിലീവ്സ്, ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താ, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ കൾച്ചർ ആയിരിക്കത്തില്ല ഒരു സ്റ്റോക്ക് ബ്രോക്കറിങ് ഏജൻസിയുടെ കൾച്ചർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവർ രണ്ടുപേരുടെ ജോലി സ്വഭാവം വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും വിശ്വാസത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസങ്ങൾ വരണം. ഒരു സർക്കാർ ഓഫീസിൽ ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എസ് ബി ഐയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ എസ് ബി ഐ തരം താഴ്ത്തി പറയുന്നില്ല, അവർക്ക് അവരുടെ തിരക്കുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ കസ്റ്റമർക്ക് അത്ര വലിയ ഇതൊന്നും കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മറ്റുള്ള ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ അവർ പലപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ ഒരു എന്താ പറയുക, അത്രയും കംഫർട്ട് സോണിൽ നിർത്തി സംസാരിക്കും. എന്തുകൊണ്ടാണ്? രണ്ട് ഡിഫറെൻറ്റ് ഫാക്ടർ ഓഫ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൾച്ചറിൽ വ്യത്യാസമുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓർഗനൈസേഷൻ കൾച്ചർ ഒന്ന് നോക്കുക, അത് ചോദ്യം വരാം. അതായത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ബാങ്ക് നിങ്ങൾ തുടങ്ങി,
എങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയായിരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്നൊരു കമ്പനി നിങ്ങൾ തുടങ്ങിയാൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ ചോദ്യം വരാം. ഇത് ചോദിച്ചതാണ് മുമ്പ്, മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല ചോദ്യങ്ങളും സിലബസിൽ നിന്ന് അതേപോലെ വാക്കുകളെടുത്ത് ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉറപ്പാക്കേണ്ടത് ഈ സിലബസിൽ നിന്ന് ഒരു വാക്കെടുത്ത് ചോദിച്ചാൽ എനിക്കത് പറയാനുള്ള അറിവ് കാണോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ പോലെ മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സിലബസിൽ അങ്ങനെ പറഞ്ഞേക്കുന്ന ഇത് പറയാനുള്ള അറിവ് എനിക്കുണ്ടോയെന്ന് എല്ലാ പരീക്ഷയ്ക്കും മുമ്പ്. ഓക്കെ, ഇത് മാത്രമല്ല എല്ലാ പരീക്ഷയുടെ മുമ്പ് സിലബസ് ഒന്ന് എടുത്ത് വെച്ചാൽ, ഞാൻ ഈ സിലബസ് വെച്ച് ഈ എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം അറിയാമെന്ന് ഉറപ്പാക്കാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പോൾ മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഓർഗനൈസേഷൻ, അതായത് പല കൾച്ചറിലുള്ള ആൾക്കാരായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത്. അവരെല്ലാം ഒത്തുകൂടുമ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റീനെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ട്രിവാൻഡ്രത്ത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യം പറയുകയാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്ന ആരെയും മോശക്കാരാക്കി പറയുന്നതല്ല. ഈ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേക സ്ലാങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മനുഷ്യർ നല്ല ആ ഒരു ഗ്രാമം ഉൾഗ്രാമം പ്രദേശങ്ങളിൽ വന്ന ആളാണെങ്കിൽ ഇത്ര അറിവുണ്ടെങ്കിലും ആ ഒരു സ്ലാങ് അവരുടെ നാക്കി കിടക്കും. ചിലർക്ക് ഈ സ്ലാങ് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ദേഷ്യം വരും. ചില നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് അവർക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവരൊരുമാതിരി തരം താഴ്ത്തി കാണത്തുള്ളൂ. അവരുടെ ആ സ്ലാങ് കൊണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ വരും. അങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പലതും കാണുന്നുണ്ട്. അപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം, രണ്ട് കൾച്ചറായി പോയതുകൊണ്ട് അവർക്ക് തമ്മിൽ അംഗീകരിക്കാൻ കഴിയാതെ പോയൊരവസ്ഥ. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ആളെന്ന നിലയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജീസ് ഫോർ ബിൽഡിംഗ് എ സ്ട്രോങ് ഓർഗനൈസേഷൻ കൾച്ചർ, ഓർഗനൈസേഷൻ കൾച്ചറൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഇതും ചോദിച്ചിട്ടുണ്ട് വൺ വേർഡായിട്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്തൊക്കെ പറഞ്ഞാലും ബിസിനസ് എത്തിക്സിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഡെപ്തുള്ളൊരു സാധനമാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പനിക്കകത്തുള്ള നല്ല ഭരണം എന്ന് ഒറ്റ വാക്കിന് വേണമെങ്കിൽ പറയാം. പുറത്തുള്ളവർക്കും എല്ലാവിധത്തിലും കമ്പനിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭരണമാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു കോഡുണ്ട്. കോഡ് മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ അകത്ത് വരുന്ന കമ്മിറ്റീസ്, ഈ പറഞ്ഞ പോലെ എത്തിക്കൽ കമ്മിറ്റി പോലത്തെ സാധനങ്ങൾ കോർപ്പറേറ്റ് ഗവർണൻസിനകത്ത് വരുന്നുണ്ട്. ഒന്ന് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ. കാര്യം എന്തുകൊണ്ടാണ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇത് കിട്ടും. എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3ഉം 4ഉം മൊഡ്യൂൾസ്. ഓക്കെ, അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അഞ്ചാമത്തെ മൊഡ്യൂൾ പറയുന്നില്ല. പൊതുവെ അഞ്ചാമത്തെ മൊഡ്യൂൾ പറഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ അത് ഞാൻ തൊടുന്നില്ല. പോട്ടെ. ഓർഗനൈസേഷൻ കൾച്ചർ എന്താണെന്നും കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് വ്യക്തതയോടെ നോക്കാം. നമുക്ക് ഇവരുടെ ആ കോഴ്സ് ഔട്ട്കം ഒന്ന് നോക്കിയിട്ട് നിർത്താം. ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബിസിനസ് എത്തിക്സ്. എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് എപ്പോഴും ചോദിക്കും, സ്ഥിരം ചോദിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഓക്കെ, evaluate the importance of integrating ethical principles into business decision making process and evaluate the role of leadership in shaping. ഡിസിഷൻ എടുക്കുമ്പോൾ എത്തിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ പ്രോഫിറ്റ് മാത്രം നോക്കി പോരുത്, ആർക്കും ദോഷമുണ്ടാവുന്നില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. ഡിസ്ക്രൈബ് ദ എത്തിക്കൽ വാല്യൂ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കോണ്ടാക്ട്സ്. ഓക്കെ, ഡിസ്ക്രൈബ് ദ കോർപ്പറേറ്റ് ഗവർണൻസ് ഇമ്പോർട്ടൻസ് അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻറ്റ് എത്തിക്കൽ കണ്ടക്ട്. ഈ 3 കാര്യങ്ങളാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അവർ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, ട്രാൻസ്പാരൻസി ക്രിയേറ്റ് ചെയ്യുന്നു, എത്തിക്കൽ വശത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നു. പിന്നെ CSRൻ്റെ നോക്കണ്ട. പിന്നെ ക്ലോസ് 49 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കണേ. ഡെമോൺസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എത്തിക്സ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. എത്തിക്സ് എവിടെയൊക്കെ, മാർക്കറ്റിങ്ങിനകത്ത്, ഫിനാൻസിൻ്റെ അകത്ത്, അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നോക്കുക. അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് കൾച്ചർ ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഡെവലപ്പ് സ്ട്രാറ്റജീസ് ഫോർ മാനേജിങ്. ഓക്കെ, നമ്മൾ അവസാനം പറഞ്ഞു നേരത്തെ ഓർഗനൈസേഷനിലെ കൾച്ചറിൻ്റെ കാര്യം. ഡെവലപ്പിംഗ് സ്ട്രാറ്റജി, മാനേജിങ് കൾച്ചറൽ ചേഞ്ച് ആൻഡ് അഡ്രസ്സിങ് കൾച്ചറൽ ചേഞ്ച് വിത്തിൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറിനും ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ട് ക്ലോസ് 49 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒന്ന് നോക്കുക.
എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് പറ്റുന്ന പോലെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.